അവൻ്റെ കാരുണ്യം കൊണ്ട് കൃപ കൊണ്ട് പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ചില കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമതായി അല്ലാഹു ഹജ്ജിൻ്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഒരു അമൽ സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുകയും അതിനുശേഷം അല്ലാഹുവിൻ്റെ ദിക്റിലും സ്മരണയിലുമായി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള ഇശ്റാഖ് നമസ്കാരം കഴിഞ്ഞുകൊണ്ട് അവൻ പള്ളിയിൽ നിന്നും പുറത്തു പോകുമ്പോൾ അവനിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഹജ്ജിൻ്റെ കൂലിയാണ് എന്ന് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. രണ്ടാമതായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹജ്ജിന്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട പുണ്യമാക്കപ്പെട്ട അമല് എന്ന് പറയുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹജ്ജിൻ താമത്തി ഹിജ്ജതഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഗദാ ഇലൽ മസ്ജിദി, ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് കടന്നു വരുന്നു, ലാ യുരീദു, അവൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലാ അയ്യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു, ആ പള്ളിയിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യന്റെയും ചിന്ത, ഓരോ മനുഷ്യന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഖൈറായ കാര്യം പഠിക്കുക, അല്ലെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമുകൾ, അവനെ കുറിച്ചുള്ള ജ്ഞാനങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്ന ആഗ്രഹത്തോടുകൂടെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നാൽ, ഔ യുഅല്ലിമഹു, അല്ലെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകനായി ഒരുവൻ പള്ളിയിലേക്ക് കടന്നു വന്നാൽ, കാന ലഹു കഅജ്രി ഹജ്ജിൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനിക്ക് നൽകുന്ന കൂലി ഒരു ഹജ്ജ് ചെയ്ത ഹാജിക്ക് നൽകുന്ന പ്രതിഫലമാണ്. നാം ഓരോരുത്തരെയും സംബന്ധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മൾ അല്ലാഹുവിനെ പറ്റി, അവന്റെ ദീനപരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു പ്രതിഫലത്തിന്റെ അർഹരായി നാമും മാറുമെന്നുള്ള വ്യക്തമായ ബോധം നമുക്കുണ്ടാവണം. ആ ഒരു പ്രതിഫലം നമ്മൾ കൊതിക്കണം. കാരണം നമ്മളുടെ ഉദ്ദേശം അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അവന്റെ ദീനിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അത്തരണത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു പ്രതിഫലം നമുക്കും ലഭിക്കണമെന്നുള്ള നിയ്യത്ത് നമുക്കും ഉണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഭൂമിയിൽ രണ്ട് സ്വർഗ്ഗങ്ങളാണ് അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ആകാശത്ത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, ആസ്വദിക്കാൻ കഴിയാത്ത ആ സ്വർഗം, അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്വർഗ്ഗങ്ങളെ പടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒരു മനുഷ്യൻ ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്നു കഴിഞ്ഞാൽ, ഇൽമിന്റെ മജ്ലിസിൽ സ്ഥാനമുറപ്പിച്ചുകൊണ്ട് അവന്റെ സമയങ്ങളെ ആ പുണ്യമാക്കപ്പെട്ട ഇൽമ കേൾക്കുന്നതിന് വേണ്ടി അവൻ ചെലവഴിച്ചു കഴിഞ്ഞാൽ, അവൻ ഇരിക്കുന്നത് സ്വർഗത്തിന്റെ തോപ്പുകളിൽ പെട്ട ഒരു തോപ്പിലാണ്. അഥവാ ഒരു മനുഷ്യൻ സ്വർഗത്തിലിരിക്കുമ്പോൾ എന്തെല്ലാം അനുഭൂതികൾ അല്ലാഹു അവനിക്ക് നൽകുമോ, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകളിൽ ഇരിക്കുമ്പോൾ അല്ലാഹു അവനിക്ക് നൽകുന്നതാണ്. അവനിക്ക് സമാധാനം, അവനിക്ക് ശാന്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു മജ്ലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഏതൊരു ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ ഇവിടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആ ഒരു മജ്ലിസിലായിരുന്നാലും ശരിയേ, നമുക്ക് ഒന്നാമതായി ഒരു മജ്ലിസിൽ ഉണ്ടാകേണ്ട മര്യാദ എന്ന് പറയുന്നത് നമ്മുടെ നിയ്യത്താണ്.
നമ്മുടെ മനസ്സിലൊരു നിയ്യത്തുണ്ടാവണം. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവനെ കുറിച്ച് കേൾക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ സമയങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനാണ് എന്നൊരു ചിന്ത, ഒരു നിയ്യത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കണം. കാരണം അള്ളാഹു ഒരു മനുഷ്യന് പ്രതിഫലം നൽകുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശാഫി മദ്ഹബ് പ്രകാരം ഏതൊരു കർമ്മമെടുത്താലും, അവന്റെ ഏതൊരു ഇബാദത്ത് എടുത്താലും അവിടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം നൽകുന്നത്. ഒരുവൻ നിയ്യത്ത് വെക്കാതെ ഏതെങ്കിലും ഒരു ഇബാദത്തിൽ ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല എന്നതാണ് ഇമാമുനാ ഷാഫി റഹിമഹുല്ലാഹുവിന്റെ മദ്ഹബ് പ്രകാരം നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹുവിന്റെ അടുക്കൽ അമലുകളുടെ പര്യവസാനത്തെ പരിഗണിക്കുമ്പോൾ നമ്മുടെയൊക്കെ മദ്ഹബ് പ്രകാരം ഏതൊരു അമലിന്റെയും തുടക്കം, ആ തുടക്കത്തിൽ നമ്മുടെ നിയ്യത്ത് എങ്ങനെയാണോ ആ നിയ്യത്തിന് അനുസൃതമായിട്ടേ നമുക്ക് പ്രതിഫലം നൽകൂ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇൽമിന്റെ മജ്ലിസിൽ ഒരു മനുഷ്യൻ ഇരുന്നു കഴിഞ്ഞാൽ, സമയങ്ങൾ ചെലവഴിച്ചാൽ ഒരു ഹാജിക്ക് കൊടുക്കുന്ന പ്രതിഫലം അവനിക്ക് നൽകപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രതിഫലം നമ്മൾ കരുതണം, ആ ഒരു പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പ്രതിഫലത്തിന് നമ്മൾ അർഹരാവുകയുള്ളൂ. ആ ഒരു ചിന്ത നമുക്കുണ്ടായാൽ മാത്രമേ അതിനുള്ള കൂലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യം, നമ്മൾ കേൾക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം തയ്യാറാവണം. അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് കേൾക്കാൻ പറ്റാത്ത നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവർക്ക് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾക്കറിയുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അവരും കൂടി മനസ്സിലാക്കണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ഇൽമ് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ ഒരു മജ്ലിസിൽ നിന്ന് നമ്മൾ പിരിയുമ്പോൾ, ആ മജ്ലിസിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ, ആ മജ്ലിസിൽ നമ്മൾ പിരിയാൻ എടുത്തു ചെല്ലേണ്ട കഫാറത്തുൽ മജ്ലിസ് അഥവാ മജ്ലിസിന്റെ പശ്ചാത്താപം എന്ന് പറയുന്ന ഒരു ദുആ, ആ ദുആ ചൊല്ലിയിട്ട് മാത്രമേ ഒരു മജ്ലിസിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ട് ആ ദുആ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു ദുആയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഏതൊരു മജ്ലിസിലും, ഇൽമു കേൾക്കുന്ന ഏതൊരു മജ്ലിസിൽ നമ്മൾ ഇരുന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റിട്ട് പോകുമ്പോൾ ഈ ഒരു ദുആ ചൊല്ലൽ പ്രത്യേകമായ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന്റെ അമൽ ചെയ്യാൻ ഒരു മനുഷ്യന് ഭാഗ്യം നൽകുന്ന, ഹജ്ജിന്റെ കൂലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു അമലാണ് മൻ ഖറജ മിൻ ബൈതിഹി മുതഹ്ഹിറൻ ഇലാ സ്വലാത്തിൽ മക്തൂബ ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്. നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ ഫർദ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വുളൂ ചെയ്തുകൊണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ശുദ്ധിയായിക്കൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നാൽ ആ കടന്നു വരുന്ന മനുഷ്യനും അല്ലാഹു ഒരു ഹജ്ജിന്റെ പ്രതിഫലം നൽകും. സ്വാഭാവികമായി നമ്മൾ പലരും നിസാരവൽക്കരിക്കുന്ന ഒരു അമലാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും വുളൂഇല്ലാതെ പള്ളിയിലേക്ക് കടന്നു വന്ന് പള്ളിയിൽ നിന്ന് നമ്മൾ വുളൂ ചെയ്ത് നമ്മൾ പള്ളിയിൽ നമസ്കരിക്കാൻ കയറുമ്പോൾ ആ ഒരു പ്രതിഫലം നമ്മൾ എപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം, ആ ഹജ്ജിന്റെ കൂലി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ പള്ളിയെ ഉദ്ദേശിച്ച് നമസ്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവിടുന്ന് തന്നെ വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വന്നാൽ അവനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തത് ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹു പറയുന്നു, മറ്റൊരു ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന അമലായിട്ട് പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം സഹോദരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചാൽ, അവന്റെ പ്രയാസങ്ങൾ, അവന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടി സ്വന്തം സഹോദരനെ പോലെ മറ്റൊരാളുടെ ആവശ്യത്തെ കണ്ടുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾക്ക് ഒരുവൻ പ്രയത്നിച്ചാൽ, അവന് വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്കും അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം നൽകുന്ന പ്രതിഫലം ഒരു ഹജ്ജ് ചെയ്ത ഹാജിയുടെ പ്രതിഫലമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.